നമസ്തേ പ്രവാസി നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സ്വർണ്ണക്കടത്ത് കേസിൽ സെക്രട്ടേറിയറ്റിൽ വീണ്ടും NIA പരിശോധന. സർവർ റൂമിൽ നിന്ന് തെളിവുകൾ ശേഖരിച്ചു. ജനം ടിവിക്കെതിരായ കസ്റ്റംസിലെ ഗൂഢാലോചനയ്ക്ക് കൂടുതൽ തെളിവുകൾ. സ്വപ്നയുടെ മൊഴി രേഖപ്പെടുത്തിയത് CPM ബന്ധമുള്ള കസ്റ്റംസ് സൂപ്രണ്ട് പത്മരാജൻ നമ്പ്യാർക്ക്. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ദൃഢബന്ധം. CBICക്ക് റിപ്പോർട്ട് കൈമാറി കസ്റ്റംസ്. കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടിയെന്ന് സൂചന. വെഞ്ഞാറമൂട് ഇരട്ട കൊലപാതകത്തിൽ രാഷ്ട്രീയ വൈരാഗ്യമെന്ന് റിമാൻഡ് റിപ്പോർട്ട്. ഡിവൈഎഫ്ഐ നേതാക്കളെ കൊലപ്പെടുത്താൻ കാരണം കടുത്ത മുൻവൈരാഗ്യം. CPM കോൺഗ്രസ് വാക്പോര്. അടൂർ പ്രകാശിന്റെ പങ്ക് അന്വേഷിക്കണമെന്ന് EP ജയരാജൻ. കോൺഗ്രസിന് പങ്കില്ലെന്ന് ആവർത്തിച്ച് രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളിയും. കേസിൽ സ്ത്രീയടക്കം 9 പേർ പിടിയിൽ. കതിരൂർ മനോജിന്റെ ബലിദാന ദിനത്തിൽ കണ്ണൂരിൽ CPM പ്രകോപനം. കാസർഗോഡ് RSS BJP പ്രവർത്തകർക്ക് നേരെ CPM ആക്രമണം. നിയന്ത്രണ രേഖയിലെ പ്രകോപന നടപടികൾ അവസാനിപ്പിക്കാൻ ചൈനയോട് ഇന്ത്യ സൈന്യത്തെ നിയന്ത്രിക്കണം എന്നാവശ്യപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയം. മുന്നറിയിപ്പ് ഇന്നലത്തെ ചർച്ചയ്ക്ക് പിന്നാലെ ചൈനീസ് സൈന്യം പ്രകോപനം സൃഷ്ടിച്ച സാഹചര്യത്തിൽ സമാധാനപരമായ ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കാൻ ഇന്ത്യ എപ്പോഴും സന്നദ്ധമാണെന്നും വിദേശകാര്യ മന്ത്രാലയം. മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിക്ക് രാജ്യത്തിന്റെ അന്ത്യാഞ്ജലി. ഡൽഹി ലോധി റോഡ് ശ്മശാനത്തിൽ സൈനിക ബഹുമതികളോടെ സംസ്കരിച്ചു. അന്തിമോപചാരം അർപ്പിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഡോക്ടർ മോഹൻ ഭാഗവത്തും അടക്കമുള്ള പ്രമുഖർ. ഓണത്തിന്റെ പേരിൽ ഹിന്ദു മതനിന്ദയുമായി ധനമന്ത്രി തോമസ് ഐസക്കും ഹൈബി-ഈഡനും. വാമനൻ ചതിയനെന്ന് തോമസ് ഐസക്. വാമന ജയന്തി ആഘോഷിക്കേണ്ടതില്ലെന്ന് ഹൈബി-ഈഡൻ MP. തോമസ് ഐസക് മാപ്പ് പറയണമെന്ന് സ്വാമി ചിദാനന്ദപുരി. വർഗീയ പരാമർശം നടത്തിയ കോട്ടയം നെടുങ്കുന്നം സെന്റ് തെരേസാസ് ഹൈസ്കൂൾ പ്രധാന അധ്യാപിക സിസ്റ്റർ ദിവ്യ മാപ്പ് പറഞ്ഞു. സംസ്ഥാനത്ത് നിന്ന് 1140 പേർക്ക് കൊറോണ. 1059 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം. 2011 പേർക്ക് രോഗമുക്തി. ഇന്ന് പരിശോധിച്ചത് 14,137 സാമ്പിളുകൾ മാത്രം. ഇന്ന് സ്ഥിരീകരിച്ചത് 4 മരണം. രാജ്യത്ത് കൊറോണ ബാധിതരുടെ എണ്ണം 37 ലക്ഷത്തിലേക്ക്. സൗദി അറേബ്യയിൽ പുതിയ കൊറോണ കേസുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു. കുവൈത്തിൽ 702 പേർക്ക് കൂടി രോഗം. ഫേസ്ബുക്ക് ഇന്ത്യയുടെ ചില ഉദ്യോഗസ്ഥർ പ്രധാനമന്ത്രിയെയും കേന്ദ്ര സർക്കാരിനെയും അപകീർത്തിപ്പെടുത്തുന്നുവെന്ന് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ്. നടപടി ആവശ്യപ്പെട്ട് സുക്കർബർഗിന് കത്തു നൽകി. രാജ്യത്തെ സാമൂഹിക അന്തരീക്ഷം തകർക്കാനാണ് ചിലരുടെ ശ്രമമെന്ന് കത്തിൽ ആരോപണം. കുവൈത്തിൽ 702 പേർക്ക് കൂടി കൊറോണ സ്ഥിരീകരിച്ചു. രാജ്യത്ത് ഇതുവരെ 85,811 പേർക്കാണ് വൈറസ് ബാധിച്ചത്. പുതിയതായി 433 പേർ ഉൾപ്പെടെ ആകെ 77,657 പേർ രോഗമുക്തി നേടി. 3 പേർ കൂടി മരിച്ചതോടെ രാജ്യത്തെ ആകെ കൊറോണ മരണസംഖ്യ 534 നിലവിൽ 7,620 രോഗികളാണ് ചികിത്സയിലുള്ളത്. ഇതിൽ 90 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. UAEയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങേണ്ടവർക്ക് എംബസിയിലോ കോൺസുലേറ്റിലോ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതില്ലെന്ന് ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് അധികൃതർ അറിയിച്ചു. വിമാന കമ്പനികളുമായി നേരിട്ട് ടിക്കറ്റ് ബുക്കിംഗ് നടത്താം. ഇന്ത്യയും UAEയും എയർ ബബിൾ കരാറിൽ ഏർപ്പെട്ടതുമൂലം നാട്ടിലേക്ക് മടങ്ങേണ്ടവർക്ക് എംബസിയിലോ കോൺസുലേറ്റിലോ പേര് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് അധികൃതർ അറിയിച്ചു. വിമാന കമ്പനികളുമായി നേരിട്ട് ടിക്കറ്റ് ബുക്കിംഗ് നടത്താം. അതേസമയം എയർ സുവിധയിൽ രജിസ്ട്രേഷൻ നടത്തണം. ദുബായ്, അബുദാബി, ഷാർജ വിമാനത്താവളങ്ങളിൽ നിന്ന് പോകുന്നവർക്ക് 96 മണിക്കൂർ സമയപരിധിയിലുള്ള കൊറോണ പരിശോധനാ ഫലം ഹാജരാക്കണം. ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്കുള്ള സാധാരണ വിമാന സർവീസ് ഈ മാസം 30 വരെ പുനരാരംഭിക്കില്ലെന്നും DGCA വ്യക്തമാക്കിയതായി എയർ ഇന്ത്യ അധികൃതർ അറിയിച്ചു. എന്നാൽ വന്ദേ ഭാരത് മിഷൻ പദ്ധതി പ്രകാരമുള്ള വിമാനങ്ങളും കാർഗോ വിമാന സർവീസും തുടരും. ജനം, ദുബായ്. സാമൂഹിക വികസന മന്ത്രാലയത്തിന്റെ അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന അബുദാബിയിലെ സാംസ്കാരിക സംഘടനകൾ ഉടൻ സജീവമാകും. വ്യവസ്ഥകളോടുകൂടി പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാനുള്ള അനുമതി പത്രം സംഘടനകൾക്ക് മന്ത്രാലയം അയച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്.
കേരള സോഷ്യൽ സെന്റർ, മലയാളി സമാജം, ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ, ഇന്ത്യ സോഷ്യൽ സെന്റർ എന്നിവയാണ് സാമൂഹിക വികസന മന്ത്രാലയത്തിന്റെ അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന അബുദാബിയിലെ സാംസ്കാരിക സംഘടനകൾ. ഇതിൽ ISC, KSC എന്നിവയ്ക്ക് ഇതിനകം അനുമതി ലഭിച്ചു കഴിഞ്ഞു. കൊറോണയുടെ പശ്ചാത്തലത്തിൽ 6 മാസക്കാലത്തിലധികമായി സംഘടനകൾ പരിപാടികൾ ഉപേക്ഷിച്ചിട്ട് വിഷു, റംസാൻ, സ്വാതന്ത്ര്യദിനം, ഓണം എന്നിവയുടെ ഭാഗമായും അല്ലാതെയുമുള്ള വിപുലമായ ആഘോഷങ്ങളുടെ സമയമാണ് ഇത്തവണ സംഘടനാ കാര്യാലയങ്ങൾക്ക് അടച്ചിടേണ്ടി വന്നത്. കാര്യാലയങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കും ജീവനക്കാരുടെ വേതനത്തിനുമെല്ലാം ബുദ്ധിമുട്ടുന്ന സാഹചര്യം കൂടിയാണിത്. അടച്ചിടലിന്റെ ആദ്യഘട്ടത്തിൽ ഭക്ഷണക്കിറ്റ് വിതരണം അടക്കമുള്ള പ്രവർത്തനങ്ങൾക്കായാണ് സംഘടനാ കാര്യാലയങ്ങൾ പ്രവർത്തിച്ചിരുന്നത്. മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചതോടെ കൊറോണ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ടുള്ള സാംസ്കാരിക പരിപാടികളുമായി സംഘടനാ കാര്യാലയങ്ങൾ സന്ദർശകരെ സ്വീകരിക്കും. ജനം, അബുദാബി. കുവൈത്തിലെ ഇന്ത്യൻ എംബസി കമ്മ്യൂണിറ്റി വെൽഫെയർ വിഭാഗം ഫസ്റ്റ് സെക്രട്ടറി PP നാരായണൻ ജോലിയിൽ നിന്നും വിരമിച്ചു. എംബസിയിൽ നടന്ന ഓപ്പൺ ഫോറം വേദിയിൽ ഇന്ത്യൻ സ്ഥാനപതി സിബി ജോർജ് അദ്ദേഹത്തെ ആദരിച്ചു. 2017 കണ്ണൂർ സ്വദേശിയായ PP നാരായണൻ കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയിൽ നിയമിതനാകുന്നത്. കമ്മ്യൂണിറ്റി അഫയേഴ്സ് വിഭാഗം സെക്കൻഡ് സെക്രട്ടറി ആയിരുന്ന അദ്ദേഹം തൊട്ടടുത്ത വർഷം തന്നെ ഫസ്റ്റ് സെക്രട്ടറിയായി ചുമതലയേറ്റു. 3 വർഷക്കാലത്തെ ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾ നടത്തിയാണ് അദ്ദേഹം തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്നത്. മാനുഷിക മൂല്യങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന ഒരു ഓഫീസറായിരുന്നു PP നാരായണൻ. എപ്പോൾ വേണമെങ്കിലും സഹായം അഭ്യർത്ഥിച്ച് കടന്നു ചെല്ലാൻ സാധിക്കുന്ന ഒരു ജനകീയ വിഭാഗമായി കമ്മ്യൂണിറ്റി വെൽഫെയർ വിഭാഗം മാറിയതിൽ അദ്ദേഹത്തിന്റെ പങ്ക് ശ്രദ്ധേയമാണ്. ഇന്ത്യൻ എംബസിയുടെ കീഴിൽ ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി മുന്നിൽ നിന്ന് പ്രവർത്തിച്ച അദ്ദേഹം 2018 പൊതുമാപ്പ് വേളയിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മികച്ച പ്രവർത്തനമാണ് നടത്തിയത്. അടിയന്തര സർട്ടിഫിക്കറ്റുകൾക്കായി എംബസിയിലെത്തിയ ആയിരക്കണക്കിന് ആൾക്കാരാണ് നിശ്ചിത സമയപരിധിക്കുള്ളിൽ സർട്ടിഫിക്കറ്റുകൾ ലഭ്യമാക്കിയത്. ഈ അവസരത്തിൽ ഞാൻ ഈ കുവൈത്തിലുള്ള എല്ലാ സാമൂഹിക സംഘടനാ നേതാക്കന്മാർക്കും കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനും സോഷ്യൽ വർക്കേഴ്സിനും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. വളരെയധികം അവരുടെ അടുത്ത് നിന്ന് എനിക്ക് സഹായം കിട്ടിയിട്ടുണ്ട്. 2018 ആംനസ്റ്റിൻ്റെ ടൈമിൽ അവർ കമ്മ്യൂണിറ്റി മെമ്പേഴ്സും അസോസിയേഷൻ ആൾക്കാരും നന്നായി ഹെൽപ്പ് ചെയ്തിരുന്നു. ആ ആംനസ്റ്റി അതുകൊണ്ടാണ് അതിൻ്റെ ഒരു സക്സസ് കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനും അസോസിയേഷൻസിനും ഞാൻ എൻ്റെ അർപ്പിക്കുന്നു. 1983 പ്രതിരോധ മന്ത്രാലയത്തിലാണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. 1988 കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും 1990 വിദേശകാര്യ മന്ത്രാലയത്തിലേക്ക് നാരായണന് സ്ഥാനമാറ്റവും ലഭിച്ചു. 1993 റഷ്യയുടെ ഇന്ത്യൻ എംബസിയിൽ ഉദ്യോഗസ്ഥനായി. തുടർന്ന് വിവിധ രാജ്യങ്ങളിലെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയങ്ങളിലും അദ്ദേഹം ജോലി ചെയ്തിരുന്നു. സുജിത് സുരേശൻ, ജനം, കുവൈറ്റ്. ഭാവൻസ് കുവൈത്ത് സ്മാർട്ട് ഇന്ത്യൻ സ്കൂളിൽ ഓണാഘോഷം നടന്നു. ചെയർമാൻ NK രാമചന്ദ്രമേനൻ മുഖ്യാതിഥിയായി പങ്കെടുത്ത് ഓണ സന്ദേശം നൽകി. പ്രിൻസിപ്പൽ മഹേഷ് അയ്യർ, വൈസ് ചെയർമാൻ സൂരജ് രാമചന്ദ്രൻ, ഡയറക്ടർ ദിവ്യ രാജേഷ് രാമചന്ദ്രൻ എന്നിവർ ഓണാശംസകൾ നേർന്നു. കൈകൊട്ടിക്കളി, ഓണപ്പാട്ടുകൾ തുടങ്ങിയ കലാപരിപാടികളും അരങ്ങേറി. മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ വിയോഗത്തിൽ കുവൈത്തിലെ ഇന്ത്യൻ എംബസി ദുഃഖം രേഖപ്പെടുത്തി. അടുത്ത മാസം 6 വരെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ നാളെ നടക്കാനിരുന്ന ഓപ്പൺ ഹൗസ് മാറ്റിവെച്ചതായി എംബസി അറിയിച്ചു. ഇനി അടുത്ത മാസം 9 ഉച്ചയ്ക്ക് 3:30 ഓപ്പൺ ഹൗസ് നടക്കുക. പ്രണബ് മുഖർജിക്ക് ആദരമർപ്പിക്കാൻ 3-ാം തീയതി ഉച്ചയ്ക്ക് 3:30 എംബസിയുടെ ഓഡിറ്റോറിയത്തിൽ യോഗം ചേരും. കൊറോണ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ നിയന്ത്രണത്തോടെ മാത്രമായിരിക്കും പ്രവേശനം അനുവദിക്കുക. അമ്മ കുവൈത്ത് ഓൺലൈൻ വഴി ഓണാഘോഷം സംഘടിപ്പിച്ചു. അമൃത ബാലകേന്ദ്രം കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും ആഘോഷത്തിന്റെ ഭാഗമായി നടന്നു. കുവൈറ്റിലെ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ഭക്തരുടെ കൂട്ടായ്മയായ അമ്മ കുവൈറ്റ് ഓണാഘോഷം സംഘടിപ്പിച്ചു. തിരുവോണനാളിൽ വൈകുന്നേരം 6:30 മുതൽ ഓൺലൈൻ വഴി നടന്ന ആഘോഷ പരിപാടികൾ പ്രസിഡന്റ് ദിവാകർ അമ്മനത്ത് ഉദ്ഘാടനം ചെയ്ത് ഓണ സന്ദേശം നൽകി. തുടർന്ന് അമൃത ബാലകേന്ദ്രം കുട്ടികളും അംഗങ്ങളും ചേർന്ന് അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി. പുല്ലാങ്കുഴൽ വാദകൻ സുരേഷിന്റെ സംഗീത നിശയും ആഘോഷ പരിപാടിയുടെ ഭാഗമായി നടന്നു. അമ്മ കുവൈറ്റ് രക്ഷാധികാരികളായ മാധവൻകുട്ടി മേനോൻ, ചന്ദ്രൻ രവി തുടങ്ങിയവർ ഓണാശംസകൾ നേർന്ന് സംസാരിച്ചു.
സുജിത് സുരേശൻ, ജനം, കുവൈറ്റ്. സ്വാതി തിരുനാൾ മഹാരാജാവിന് ആദരമർപ്പിച്ച് അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിൽ സംഗീതാരാധന. ഓർഗനൈസേഷൻ ഓഫ് ഹിന്ദു മലയാളീസിന്റെ ആഭിമുഖ്യത്തിലാണ് സംഗീത സദസ്സ് നടത്തിയത്. സുരേഷ് ഇഞ്ചൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഓർഗനൈസേഷൻ ഓഫ് ഹിന്ദു മലയാളീസ് ലോസ് ആഞ്ചലസ് 29ാമത് മഹാരാജ സ്വാതിരുന്നാൾ ദിവസം ആഘോഷിച്ചു. മഹാരാജ സ്വാതിരുന്നാളിന്റെ ആദരസൂചകമായി കേരളത്തിന് പുറത്ത് ഓം മാത്രമാണ് വർഷാവർഷം ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന സംഗീത സഭയെ നടത്തുന്നത്. ലോക്ക്ഡൌണിന്റെയും മറ്റു നിബന്ധനകളുടെ ഇടയിൽ ഓൺലൈനിലാണ് ഈ ആഘോഷം ഇപ്രാവശ്യം നടന്നത്. ഗണപതി പൂജയോടെ തുടങ്ങിയ പ്രോഗ്രാമിൽ ഓം പ്രസിഡന്റ് വിനോദ് ബാഹ്ലേൻ സദസ്യർക്ക് സ്വാഗതമോദി. 1 മണി മുതൽ രാത്രി 10 മണി വരെ നീണ്ടുനിന്ന സംഗീത വിരുന്ന് എല്ലാവർക്കും ഒരു ഓണസദ്യയായി. ലോസ് ആഞ്ചലസിലുള്ള ലോക്കൽ സംഗീത അധ്യാപകരും വിദൂഷികളും തുടങ്ങിവെച്ച ഈ സംഗീത വിരുന്നിൽ നോർത്തേൺ കാലിഫോർണിയ, ടെക്സാസ്, അരിസോണ മുതലായ സ്റ്റേറ്റുകളിൽ നിന്നുമുള്ള കലാകാരന്മാരും കലാകാരികളും കൂടി പങ്കെടുത്തു. ദക്ഷിണേന്ത്യൻ ഹിന്ദുസ്ഥാനി കൃതികൾ ഉൾപ്പെട്ട ഈ സംഗീത വിരുന്ന് വളരെ ശ്രവ്യമധുരമായിരുന്നു. ഏതാണ്ട് 45ഓളം പ്രതിഭകൾ പങ്കെടുത്ത ഈ പ്രോഗ്രാമിൽ മഹാരാജ സ്വാതി തിരുനാളിൻ്റെ അത്രയും തന്നെ കൃതികളും ആലപിക്കുകയുണ്ടായി. അഭിലാഷ് വെങ്കടാചലത്തിൻ്റെ ദക്ഷിണേന്ത്യൻ സംഗീത കച്ചേരി ഇതിലെ ഫീച്ചേർഡ് പ്രോഗ്രാം ആയിരുന്നു. വൈകുന്നേരം 7 മണിക്ക് തുടങ്ങിയ ഈ പ്രോഗ്രാം ST കമ്മിറ്റി ചെയർ പ്രൊഫസർ ജയകൃഷ്ണൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ഇതിനെ തുടർന്ന് മഹാരാജ സ്വാതി തിരുനാൾ രാജകുടുംബത്തിലെ ഇപ്പോഴത്തെ അവകാശിയായ ശ്രീമതി ഗൗരി പാർവതിബായി തമ്പുരാട്ടി തന്നെ പ്രോഗ്രാമിന് എല്ലാ ഭാവങ്ങളും നേർന്നു. പ്രശസ്ത സംഗീതജ്ഞനും കമ്പോസറുമായ ശ്രീ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥും ഈ അവസരത്തിൽ തന്റെ ആശംസകൾ അറിയിച്ചു. അഭിലാഷ് വെങ്കടാചലം ഇദ്ദേഹത്തിന് ശിഷ്യനാണ്. 3 മണിക്കൂറോളം നീണ്ടുനിന്ന കച്ചേരി സദസ്യർക്ക് ഒരു സംഗീത വിരുന്നായി. മഹാരാജ സ്വാതി തിരുനാളിന്റെ അതിമനോഹരമായ ജയ ജയ പത്മനാഭ എന്ന കൃതിയെ തുടങ്ങി ഭൈരവി രാഗത്തിലുള്ള ജനനി മാമവ എന്ന നവരാത്രി കൃതിയിൽ കൂടി വ്യാപരിച്ച് അപൂർവമായി മാത്രം കേൾക്കാനുള്ള ആനന്ദ ഭൈരവി തില്ലാനയിൽ ഈ സംഗീത സഭയ്ക്ക് അവസാനിക്കുകയാണ് ഉണ്ടായത്. ദേവനക്കെ പതി എന്ന കീർത്തന അഭിലാഷ് വളരെ അപൂർവമായ നായകി കാനഡയിൽ ആലപിച്ചത് പ്രേക്ഷകർക്ക് വളരെ കൗതുകമായി. മൃദംഗത്തിൽ ഉടുപ്പി ശ്രീധറും, വയലിനിൽ ഉടുപ്പി ശ്രീജിത്തും, ഗഞ്ചരയിൽ ഉടുപ്പി ശ്രീകാന്തും അഭിലാഷിന് അതിഗംഭീരമായ പിന്തുണയാണ് നൽകിയത്. അങ്ങനെ കേരളം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സംഗീത പ്രതിഭയ്ക്ക് അർഹമായ അനുസ്മരണമാണ് ഈ പ്രോഗ്രാം വഴി ഓം സമർപ്പിച്ചത്. ഇത് ലോസ് ആഞ്ചലസിൽ നിന്നും ജനം ടിവിക്ക് വേണ്ടി സുരേഷ് ഇഞ്ചു. അമേരിക്കയിൽ യോഗയുടെ പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്ന സംഘടനകളിലൊന്നാണ് സത്യോഗ കോഓപ്പറേറ്റീവ്. ഡെൻവറിൽ നിന്നും വേണുപ്രസാദ് തോട്ടത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഓണത്തിന് പ്രജകളെ കാണാൻ മഹാബലി എത്തുമ്പോൾ മനോദുഃഖമുളവാക്കുന്നതൊന്നും അദ്ദേഹം ദർശിക്കരുത് എന്ന് മലയാളികൾ ആഗ്രഹിക്കുന്നു. എല്ലാ ദുരിതങ്ങൾക്കും അവധി കൊടുത്ത് മലയാളികൾ ഓണം ആഘോഷിക്കുന്ന കാരണവും അതാണ്. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സർവോപരി ഐക്യത്തിൻ്റെയും വർണ്ണങ്ങളുടെയും ഉത്സവമായ ഈ ഓണക്കാലത്ത് വർണ്ണവിവേചനത്തിനും അസമത്വത്തിനും എതിരായി യോഗയിലൂടെ വേറിട്ടൊരു പോരാട്ടം നടത്തുകയാണ് ലക്ഷ്മി നായർ എന്ന ഈ മലയാളി. In 2014, I started a yoga teacher training program for Black, Indigenous and people of color in Denver, Colorado. സത്യയോഗ കോർപ്പറേറ്റീവ് സ്ഥാപകയും 2004 മുതൽ യോഗ പരിശീലനത്തിന് ഡെൻവറിൽ നേതൃത്വം നൽകുകയും ഇന്ന് കൊളറാഡോ സംസ്ഥാനത്തിൽ ആകമാനം പീപ്പിൾ ഓഫ് കളർ എന്ന യോഗ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുകയും ചെയ്യുന്നു. അമേരിക്കയിൽ വർണ്ണവിവേചനം അനുഭവിക്കുന്ന കറുത്ത വർഗ്ഗക്കാർ, ഏഷ്യക്കാർ, ലാറ്റിൻ അമേരിക്കൻ വംശജർ തുടങ്ങി സമൂഹത്തിൽ തൃണവൽഗണിച്ചു കിടക്കപ്പെടുന്ന വിവിധ വിഭാഗങ്ങൾ യോഗ പരിശീലിപ്പിക്കുകയും പീപ്പിൾ ഓഫ് കളർ എന്ന പ്രസ്ഥാനത്തിന് മുൻനിരയിലെത്തിക്കുകയും ചെയ്യുന്നു. ലക്ഷ്മി നായർ നേതൃത്വം നൽകുന്ന ഈ യോഗ പ്രസ്ഥാനം അമേരിക്കയിൽ വിവിധ തലത്തിലുള്ള യോഗ, ട്രോമ ഇൻഫോംഡ് യോഗ, അഷ്ടാംഗ യോഗ, സ്ത്രീകൾക്കും കുട്ടികൾക്കും വൃദ്ധജനങ്ങൾക്കും എന്നുവേണ്ട എല്ലാ വിഭാഗങ്ങൾക്കും യോഗയുടെ സ്വാതന്ത്ര്യം നൽകുന്നു. യോഗ ദിനചര്യയുടെ ഭാഗമാക്കുകയും അതിലൂടെ നല്ല ആരോഗ്യവും ചുറുചുറുക്കുമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുകയുമാണ് ഗോപി ലതാ നായർ ദമ്പതികളുടെ മകളായ ലക്ഷ്മി നായർ എന്ന ഈ യുവതി. ജനം അമേരിക്കയ്ക്ക് വേണ്ടി ഡെൻവറിൽ നിന്നും വേണുപ്രസാദ് തോട്ടത്തിൽ. സൗദി അറേബ്യയിലെ യവനിക സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നു ആഘോഷം. സൗദി അറേബ്യയിലെ യവനിക സാംസ്കാരിക വേദി എക്സിക്യൂട്ടീവ് അംഗങ്ങളും കുടുംബാംഗങ്ങളും ഒത്തുചേർന്ന് ഒരുമയുടെയും ത്യാഗത്തിന്റെയും സ്മരണകൾ പങ്കുവച്ച് ഓണം ആഘോഷിച്ചു. രാജ്യത്തെ കൊറോണ നിയന്ത്രണങ്ങൾ നീക്കം ചെയ്തെങ്കിലും ആരോഗ്യ സുരക്ഷാ മുൻകരുതലുകൾ എല്ലാം പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തവണത്തെ ആഘോഷം യവനിക സാംസ്കാരിക വേദി ഒരു അവിസ്മരണീയ അനുഭവം ആക്കി മാറ്റിയത്. മാവേലി മന്നനും ഓണച്ചമയങ്ങളും എല്ലാം ചേർന്ന് നിറപ്പകിട്ടാർന്ന കൂടിവരവിന് ജോസഫ്, വല്ലി ജോസഫ് ദമ്പതികളുടെ ഭവനം വേദിയായി. പ്രസിഡന്റ് ഷാജി മഠത്തിൽ, സത്താർ കായംകുളം, സെക്രട്ടറി ഷാബിൻ എന്നിവർ ആശംസകൾ നേർന്നു. ചെയർമാൻ സുരേഷ് ബാബു, നിബു വർഗീസ്, രാജൻ കാരിച്ചാൽ എന്നിവർ സദ്യവട്ടങ്ങൾക്ക് നേതൃത്വം നൽകി. ജോസഫ് മാവേലി മന്നനായി,
അബ്ദുൽ സലാം ഇടുക്കി, ബഷീർ ചൂനാട്, വിജയൻ നെയ്യാറ്റിൻകര, ഷാനവാസ് തുടങ്ങിയവർ മറ്റ് ക്രമീകരണങ്ങൾ നിർവഹിച്ചു. കനകലാൽ, ജനം, റിയാദ്. സ്വർണ്ണക്കടത്ത് കേസിൽ സെക്രട്ടേറിയറ്റിലെ CCTV ദൃശ്യങ്ങൾ NIA പരിശോധിച്ചു. സെർവർ റൂമിലും ക്യാമറകൾ സ്ഥാപിച്ച സ്ഥലങ്ങളിലും സംഘം പരിശോധന നടത്തി. ആവശ്യമായ ദൃശ്യങ്ങൾ സംഘം ശേഖരിച്ചുവെന്നാണ് സൂചന. തീപിടുത്തം നടന്ന സെക്രട്ടേറിയറ്റിലെ പ്രോട്ടോകോൾ ഓഫീസിലെ വിവരങ്ങളും ശേഖരിച്ചു. സാങ്കേതിക വിദഗ്ധനും സീഡാക്കിൽ നിന്നുള്ള ഉദ്യോഗസ്ഥനുമടങ്ങുന്ന രണ്ടംഗ സംഘമാണ് NIAയ്ക്കായി പരിശോധന നടത്തിയത്. രാവിലെ 10 മണിയോടെ സെക്രട്ടേറിയറ്റിലെത്തിയ സംഘം വൈകുന്നേരം 5 മണിയോടെയാണ് പരിശോധന അവസാനിപ്പിച്ചത്. CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുന്ന സെർവർ റൂമിൽ ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തി. തുടർന്ന് CCTV ക്യാമറകൾ സ്ഥാപിച്ച സ്ഥലങ്ങളും അന്വേഷണ സംഘം സന്ദർശിച്ചു. കെട്ടിടങ്ങൾക്ക് അകത്തും പുറത്തുമായി ആകെ 83 ക്യാമറകളാണ് സെക്രട്ടേറിയറ്റിലുള്ളത്. ഏതൊക്കെ ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ശേഖരിക്കണമെന്നും സംഘം തീരുമാനിച്ചു. IT സെക്രട്ടറിയുടെ സാന്നിധ്യത്തിലാണ് ഇന്ന് പരിശോധന നടത്തിയത്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളായ സ്വപ്ന സുരേഷ്, സരിത്ത്, സന്ദീപ് നായർ എന്നിവർ എത്ര തവണ സെക്രട്ടേറിയറ്റിലെത്തി മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന ശിവശങ്കറിനെ ഓഫീസിൽ സന്ദർശിച്ചു, പ്രതികൾക്കൊപ്പം ആരൊക്കെ ഉണ്ടായിരുന്നു, മന്ത്രിമാരുടെ ഓഫീസ് സന്ദർശിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് NIA പ്രധാനമായും അന്വേഷിച്ചത്. 2019 ജൂലൈ മുതൽ 1 വർഷത്തെ ദൃശ്യങ്ങളാണ് NIA ആദ്യം ആവശ്യപ്പെട്ടിരുന്നത്. നിലവിൽ ഇന്ന് പ്രതികളെത്തിയ തീയതികളിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചു എന്നാണ് സൂചന. ആവശ്യമായ ദൃശ്യങ്ങൾ ശേഖരിക്കാനും NIA സംഘം തീരുമാനിച്ചിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിലെ ഹൗസ് കീപ്പിംഗ് വിഭാഗവും സെർവർ റൂമിലെ ഉദ്യോഗസ്ഥരും ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിന് NIA സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു. വരും ദിവസങ്ങളിലും കൂടുതൽ ദൃശ്യങ്ങൾ പരിശോധിക്കാനുള്ള നടപടികളിലേക്ക് NIA സംഘം നീങ്ങുമെന്നാണ് സൂചന. ജനം, തിരുവനന്തപുരം. ജനം TVയുടെ പ്രതിച്ഛായ തകർക്കാൻ കസ്റ്റംസിൽ ആസൂത്രിത ഗൂഢാലോചന നടന്നെന്ന് പ്രാഥമിക റിപ്പോർട്ട്. കസ്റ്റംസ് സൂപ്രണ്ടിന് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായുള്ളത് ദൃഢബന്ധമാണ്. ആസൂത്രിതമായി പുറത്തുവിട്ട സ്വപ്നയുടെ മൊഴി രേഖപ്പെടുത്തിയതും CPM സഹയാത്രികനായ കസ്റ്റംസ് സൂപ്രണ്ടാണ്. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന്റെ മൊഴിപ്പകർപ്പ് പുറത്തുവിട്ട സംഭവത്തിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടാണ് കസ്റ്റംസ് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസിന് സമർപ്പിച്ചിരിക്കുന്നത്. കോടതിയിൽ മുദ്രവച്ച കവറിൽ നൽകിയ മൊഴിപ്പകർപ്പിന്റെ ചില പേജുകൾ മാത്രം ചോർന്നതിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് കണ്ടെത്തൽ. കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗമാണ് കേസ് അന്വേഷിക്കുന്നത്. അന്വേഷണ സംഘത്തിലെ ഒരു കസ്റ്റംസ് സൂപ്രണ്ടിന് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായുള്ളത് അടുത്ത ബന്ധമാണ്. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ബന്ധു കൂടിയാണ് കസ്റ്റംസ് സൂപ്രണ്ട്. ഈ കസ്റ്റംസ് സൂപ്രണ്ടാണ് സ്വപ്ന സുരേഷിന്റെ മൊഴി രേഖപ്പെടുത്തിയത്. അന്വേഷണ ഉദ്യോഗസ്ഥനായ അസിസ്റ്റന്റ് കമ്മീഷണർ ഇതിൽ ഒപ്പിടുക മാത്രമാണ് ചെയ്തത്. ജനം TVക്കെതിരായ ആസൂത്രിത നീക്കത്തിനായി മനഃപൂർവ്വം ചില മൊഴികൾ സ്വപ്നയെ കൊണ്ട് പറയിപ്പിച്ചതായും കസ്റ്റംസ് വിഭാഗം വിലയിരുത്തുന്നു. ഇതോടൊപ്പം ചില കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ ഇടത് രാഷ്ട്രീയ ചായ്വിന്റെ കൂടുതൽ തെളിവുകളും പുറത്തുവന്നു. കസ്റ്റംസ് ഫ്രണ്ട്സ് എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ സൂപ്രണ്ട് പത്മരാജൻ നമ്പ്യാർ തുടർച്ചയായി CPM അനുകൂല പോസ്റ്റുകൾ ഇട്ടിരുന്നു. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ജനം TVക്കെതിരായി വന്ന പോസ്റ്റുകൾ ഫോർവേഡ് ചെയ്തതിനൊപ്പം കേസിൽ ഏതെങ്കിലും CPMകാരന്റെ രോമത്തിൽ തൊടാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന വെല്ലുവിളിയും ഈ ഉദ്യോഗസ്ഥൻ നടത്തിയിരുന്നു. M ശിവശങ്കറിനെ തുടർച്ചയായി ചോദ്യം ചെയ്തിട്ട് വല്ലതും നടക്കുമോ എന്നും പത്മരാജൻ നമ്പ്യാർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മുൻ SFI നേതാവ് കൂടിയാണ് പത്മരാജൻ നമ്പ്യാർ. മൊഴി ചോർന്ന സംഭവത്തിലെ അന്വേഷണം എത്തുന്നത് കസ്റ്റംസിലെ CPM അനുകൂലികളായ ഉദ്യോഗസ്ഥരിലേക്കാണ്. അന്വേഷണം പൂർത്തിയായ ശേഷം ഇവർക്കെതിരെ കർശന നടപടിയുണ്ടാകും. ജനം, കൊച്ചി. വെഞ്ഞാറമൂട് ഇരട്ടക്കൊല കേസിന് കാരണം രാഷ്ട്രീയ വൈരാഗ്യമെന്ന റിമാൻഡ് റിപ്പോർട്ട്. DYFI പ്രവർത്തകരെ കൊലപ്പെടുത്താൻ കാരണം കടുത്ത മുൻവൈരാഗ്യം. പ്രതികളായ അജിത്ത്, ഷജിത്ത്, സതിമോൻ, നജീബ് എന്നിവരെ റിമാൻഡ് ചെയ്തു. പ്രധാന പ്രതികളായ സജീവിന്റെയും സനലിന്റെയും ഇവരെ ഒളിവിൽ പാർപ്പിച്ച മതപുരം സ്വദേശിനി പ്രീജയുടെയും അറസ്റ്റും രേഖപ്പെടുത്തി. മുഹമ്മദിനെയും കൊലപ്പെടുത്താൻ കാരണം രാഷ്ട്രീയ വൈരാഗ്യമെന്ന് വ്യക്തമാക്കുകയാണ് റിമാൻഡ് റിപ്പോർട്ട്. സംഘർഷങ്ങളുടെ തുടക്കം പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ്. കൊട്ടിക്കലാശത്തിനിടെ പ്രതികളും കൊല്ലപ്പെട്ടവരും തമ്മിൽ തേമ്പാമോട് വച്ച സംഘർഷമുണ്ടായി. ഇവിടെ തുടങ്ങിയ വൈരാഗ്യം തുടരക്രമങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി. ഈ വർഷം ഏപ്രിൽ 17-ന് DYFI പ്രവർത്തകൻ ഷഹീനെ കൊലപാതക കേസിലെ പ്രതികളായ സജീവ്, അജിത്ത്, ഷജിത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ മർദ്ദിച്ചു. അന്നേ ദിവസം തന്നെ കൊല്ലപ്പെട്ട ഹക്ക് മുഹമ്മദും സംഘവും പ്രതികളെ തിരിച്ചടിച്ചു. മെയ് 25-ന് DYFI പ്രവർത്തകൻ ഫൈസലിന് നേരെ വധശ്രമം ഉണ്ടായി. ഈ കേസിൽ അറസ്റ്റ് ചെയ്തതിന്റെ വൈരാഗ്യമാണ് അവസാനം കൊലപാതകത്തിലേക്ക് നയിച്ചത്. കൊലയ്ക്കുള്ള ഗൂഢാലോചന നടന്നത് പുല്ലമ്പാറ മുത്തിക്കാവിലെ ഫാം ഹൌസിലാണ്. ഒന്നാം പ്രതി സജീവും രണ്ടാം പ്രതി അൻസാറും 3 മുതൽ 6 വരെയുള്ള പ്രതികളും കണ്ടാലറിയാവുന്ന ചിലരും ഗൂഢാലോചനയുടെ ഭാഗമായെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ജനം, തിരുവനന്തപുരം. സംസ്ഥാനത്ത് നിന്ന് 1140 പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചു. 22,512 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. 1059 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. 158 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. രോഗം ബാധിച്ചവരിൽ 14 പേർ വിദേശത്തു നിന്നും വന്നവരും 36 പേർ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരുമാണ്.
സംസ്ഥാനത്ത് ആശങ്ക ഒഴിയാതെ കൊറോണ രോഗികളുടെ എണ്ണം നിലനിൽക്കുകയാണ്. ഇന്ന് മാത്രം 1140 പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചു. ചികിത്സയിലുണ്ടായിരുന്ന 2111 പേർ രോഗമുക്തി നേടി. ഇത് ആശ്വാസകരമാണെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ വിലയിരുത്തൽ. അതേസമയം ഇന്ന് സംസ്ഥാനത്ത് 4 കൊറോണ മരണങ്ങളും സ്ഥിരീകരിച്ചു. ജില്ല തിരിച്ചുള്ള കൊറോണ ബാധിതരുടെ കണക്കുകൾ ഇങ്ങനെ: തിരുവനന്തപുരം 227, മലപ്പുറം 191, എറണാകുളം 161, കോഴിക്കോട് 155, തൃശൂർ 133, കണ്ണൂർ 77, കോട്ടയം 62, പാലക്കാട് 42, ആലപ്പുഴ 32, കൊല്ലം 25, കാസർഗോഡ് 15, പത്തനംതിട്ട 12, വയനാട് ജില്ലയിൽ നിന്നുള്ള 8 പേർക്കുമാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 14 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 36 പേർ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വന്നതാണ്. 1059 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം പിടിപെട്ടത്. ഇതിൽ 158 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 20 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം ബാധിച്ചിട്ടുണ്ട്. എറണാകുളം ജില്ലയിലെ 9 INHS ജീവനക്കാർക്കും കണ്ണൂർ ജില്ലയിലെ 2 DSSC ജീവനക്കാർക്കും രോഗം ബാധിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിലായി 1,96,582 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. 1,77,488 പേർ വീടുകളിലും 19,904 പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിലാണ്. ഇന്ന് രോഗലക്ഷണങ്ങളോടെ 1,466 പേരെയാണ് ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചത്. ഇന്ന് പുതുതായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 11 ഹോട്ട്സ്പോട്ട് പ്രദേശങ്ങളെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 12 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ട് പട്ടികയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. നിലവിൽ സംസ്ഥാനത്താകെ 580 ഹോട്ട്സ്പോട്ട് പ്രദേശങ്ങളാണ് ഉള്ളത്. ജനം, തിരുവനന്തപുരം. മുൻ രാഷ്ട്രപതി പ്രണബ് കുമാർ മുഖർജിക്ക് രാഷ്ട്രത്തിന്റെ അന്ത്യാഞ്ജലി. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ഭൗതികദേഹം ഡൽഹിയിലെ ലോധി റോഡ് ശ്മശാനത്തിൽ സംസ്കരിച്ചു. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ 100ഓളം പ്രമുഖർ പ്രണബിന് അന്തിമോപചാരം അർപ്പിച്ചു. 84 വർഷം നീണ്ട ഐതിഹാസിക ജീവിതയാത്രയ്ക്ക് വിരാമം. പ്രണബ് ദായിനിയും ഓർമ്മയിൽ. രാവിലെ 9 മുതൽ 12 മണിവരെ രാജാജി മാർഗിലെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതികദേഹത്തിൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ അന്ത്യോപചാരം അർപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു, RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് തുടങ്ങിയവർ പുഷ്പചക്രം സമർപ്പിച്ചു. BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി എന്നിവരും പ്രണാബിന് അന്ത്യോപചാരമർപ്പിക്കാൻ എത്തിയിരുന്നു. ഉച്ചയ്ക്ക് 12 മണിക്ക് രാജാജി മാർഗിലെ വസതിയോട് പ്രണാബ് യാത്ര പറഞ്ഞു. പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിലാണ് മുൻ രാഷ്ട്രപതിയുടെ ഭൗതികദേഹം ലോധി റോഡിലെ ശ്മശാനത്തിൽ എത്തിച്ചത്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചായിരുന്നു ചടങ്ങുകൾ. മകൻ അഭിജിത് മുഖർജി സംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ജനം, ഡൽഹി. ഫേസ്ബുക്ക് ഇന്ത്യയുടെ ചില ഉദ്യോഗസ്ഥർ പ്രധാനമന്ത്രിയെയും കേന്ദ്ര സർക്കാരിനെയും അപകീർത്തിപ്പെടുത്തുന്നുവെന്ന് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ്. ഇവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് രവിശങ്കർ പ്രസാദ് ഫേസ്ബുക്ക് മേധാവി മാർക്ക് സുക്കർബർഗിന് കത്ത് നൽകി. രാജ്യത്തെ സാമൂഹിക അന്തരീക്ഷം തകർക്കാനാണ് ചിലരുടെ ശ്രമമെന്നും കത്തിൽ പറയുന്നു. BJP അനുകൂല പോസ്റ്റുകൾ മായ്ച്ചു കളയാൻ ചിലർ ശ്രമിക്കുന്നു. പലതവണ പരാതിപ്പെട്ടിട്ടും ഇതിന് പരിഹാരമുണ്ടായിട്ടില്ലെന്നും രവിശങ്കർ പ്രസാദ് ചൂണ്ടിക്കാട്ടി. ഇതോടെ പ്രവാസി നേരം പൂർണ്ണമാകുന്നു. നമസ്തേ.